കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചേറെ നടുക്കമുണ്ടാക്കിയ വാർത്തയായിരുന്നു. പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ്. ആ കേസിൽ അറസ്റ്റിലായ പ്രതി സലീമിനെ കൂത്തുപറമ്പിലെത്തിച്ച് തെളിവെടുത്തു. പീഡനശേഷം കുട്ടിയിൽ നിന്നും കവർന്ന സ്വർണ്ണക്കമ്മൽ കൂത്തുപറമ്പിലെ ജുവലറിയിലാണ് സലീം വിറ്റത്. കൂത്തുപറമ്പിലെ സഹോദരിയുടെ വീട്ടിലെത്തിയ ശേഷം അവരെയും കൂട്ടിയാണ് സലീം സ്വർണം വിൽക്കാനെത്തിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇന്നലെയാണ് സലീമിനെ ഹോസ്ദുർഗ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. KV ബൈജു ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന്. ബൈജു, കഴിഞ്ഞ ദിവസം ഈ പ്രതിയെ സലീമിനെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അന്ന് നമ്മൾ കണ്ടതാണ്. പടന്നക്കാട്ടെ ആ വീട്ടിലെത്തിച്ചപ്പോൾ ഈ കൂത്തുപറമ്പിലെ ജുവലറിയിൽ പ്രതിയുമായി തെളിവെടുപ്പിലെത്തുമ്പോൾ അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ടോമെ, അത്തരമൊരു സാഹചര്യം കൂത്തുപറമ്പ് ജ്വല്ലറിയിലെത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല. കാരണം ഇത് നമുക്കറിയാം, സംഭവ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലായിരുന്നു. പ്രധാനമായും മുഖംമൂടി ധരിച്ചായിരുന്നു ഈ സംഭവ സ്ഥലത്തേക്ക് പ്രതിയെ കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മുഖംമൂടി മാറ്റണം എന്ന് പറഞ്ഞായിരുന്നു ആ സമയത്ത് വലിയ പ്രതിഷേധം ഉണ്ടായത്. പക്ഷേ കൂത്തുപറമ്പ് ജ്വല്ലറിയിൽ എത്തിയപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധമൊന്നും ഉണ്ടായില്ല. ഇന്നലെയാണ് കാസർഗോഡ് പോക്സോ ജഡ്ജി ഇത്തരത്തിൽ 5 ദിവസത്തേക്ക് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രധാനമായും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രധാനമായും DNA പരിശോധനാ ഫലം ഉൾപ്പെടെ അത്തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടാക്കണം. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ന് ജ്വല്ലറിയിൽ എത്തിയപ്പോൾ ഈ ജ്വല്ലറി ഉടമ ഇയാളെ തിരിച്ചറിഞ്ഞു എന്നത് തന്നെയാണ്. മാത്രമല്ല, ഇയാൾ വിൽപ്പന നടത്തിയ 6500 രൂപക്കായിരുന്നു ഈ കുട്ടിയുടെ കമ്മൽ ഇവിടെ വിൽപ്പന നടത്തിയത്. ആ സ്വർണവും കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയായി ഈ ജ്വല്ലറി ഉടമ മാറിയിരിക്കുന്നു. എന്തായാലും നിരവധി ആളുകൾ ഈ പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നു ഈ തെളിവെടുപ്പിനെത്തിയപ്പോൾ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അത് കാരണം ഇത്രയും ദൂരം ഒരു സ്ഥലം മാറിയെന്നുകൊണ്ടാണ്. ഈ പ്രതി ഈ സംഭവം നടത്തിയത് ഈ മാസം 15-ാം തീയതിയാണ്. 15-ാം തീയതി ഈ സംഭവം നടത്തിയതിനു ശേഷം പ്രതി നേരെ പോയത് തലശ്ശേരിക്കാണ്. തലശ്ശേരി ഈ പ്രതിയുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു. ഈ സഹോദരിയും കൂട്ടിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ സ്വർണം വിൽപ്പന നടത്താൻ പോയത്. പക്ഷേ സഹോദരിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. എന്നാലും ഈ സഹോദരിയെ ഈ കേസിൽ പ്രതി ചേർക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ നിന്നും മൈസൂറിലേക്കും പിന്നീട് മുംബൈ, ഗോവ ഉൾപ്പെടെ സ്ഥലങ്ങളിൽ പോയി പിന്നീടാണ് ആന്ധ്രാപ്രദേശിലേക്ക് പ്രതി കടക്കുന്നത്. ആന്ധ്രയിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു പ്രതിയെ ഇത്തരത്തിൽ കസ്റ്റഡി എടുക്കുന്ന സാഹചര്യം ഉണ്ട്. എന്തായാലും ഈ പ്രതിയുടെ മുടിയും ഒപ്പം രക്തസാമ്പിളുകളും ഇപ്പോൾ DNA പരിശോധനാ ഫലത്തിനായി ശേഖരിച്ചിട്ടുണ്ട്. അത് കണ്ണൂർ ഫോറൻസിക് ലാബിലേക്കാണ് പരിശോധനയ്ക്ക് അയച്ചത്. അത്തരത്തിൽ ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും ഒപ്പം കൂടുതൽ സാക്ഷികളെയും അതാണ് പോലീസ് ഇക്കാര്യത്തിൽ പ്രധാനമായും സ്വീകരിക്കുന്ന നടപടി. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹോസ്ദുർഗ് CI ആസാദാണ്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് തന്നെയാണ്. വിഷ്ണുപ്രിയ കൊലക്കേസ് നമുക്കറിയാം, വലിയ വിവാദമായ കേസാണ്. ആ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കേസിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇത്തരത്തിൽ നിയമത്തിന്റെ എല്ലാ പഴുതുകളും അടച്ച് കൃത്യമായ തെളിവുകളോടെ ഈ പ്രതിക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന് തന്നെയാണ് പോലീസ് സ്വീകരിക്കുന്ന നടപടി. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ഇത്തരത്തിൽ 5 ദിവസം കസ്റ്റഡിയിൽ വാങ്ങുന്നതും കൂടുതൽ തെളിവെടുപ്പ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്, 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. ബൈജു സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നിലവിൽ ഈ പ്രതിയുമായി കൂത്തുപറമ്പിലെ തെളിവെടുപ്പ് പൂർത്തിയായി. ഇനി ഏതെങ്കിലും തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ടോ? മാത്രമല്ല, ഇനിയുള്ള ചോദ്യം ചെയ്യൽ പോലീസിനെ സംബന്ധിച്ചേറെ നിർണായകമാണ്. മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഈ കേസിനപ്പുറം, ഈ പടന്നക്കാട്ട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിനപ്പുറം മുൻപ് 2 കവർച്ചാ കേസുകൾ ഇയാൾക്ക് പങ്കുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പോലീസിന് ചോദ്യം ചെയ്യൽ ഇയാൾ തന്നെ സമ്മതിച്ചിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ചോദ്യം ചെയ്യലിൽ മറ്റേതെങ്കിലും കേസുകളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ആ കേസുകളിലേക്കും ഈ നിലവിൽ കസ്റ്റഡിയിൽ കാലാവധി ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ കേസുകളിലേക്കും പോലീസിന്റെ അന്വേഷണം നീങ്ങുമോ ബൈജു? തീർച്ചയായും അത്തരം കാര്യങ്ങളിലേക്ക് കൂടി പോലീസ് കടക്കും. അത് പ്രധാനമായും കോടതിയെ ധരിപ്പിച്ചതുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. അതുകൂടി കണ്ടുകൊണ്ടാണ് 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടത്. ടോം സൂചിപ്പിച്ചതുപോലെ 15-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിന് തൊട്ട് 2 ദിവസം മുമ്പ്
ഈ പ്രദേശത്ത് തന്നെയുള്ള 2 വീടുകളിലാണ് ഇത്തരത്തിൽ കവർച്ചാ ശ്രമം, ഒരു സ്ഥലത്ത് കവർച്ചാ ശ്രമം, ഒരു സ്ഥലത്ത് കവർച്ചയും. ഈ 2 കേസിലും പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലും കൂടുതൽ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ ഇയാൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം അത് കണ്ടെടുക്കേണ്ടതുണ്ട്. അത് നാളെയോ മറ്റന്നാളോ അത്തരത്തിൽ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൃത്യമായ തെളിവെടുപ്പും അത്തരത്തിലുള്ള വസ്തുക്കൾ കണ്ടെടുക്കുന്ന ഇതിലേക്കും പോലീസ് കടക്കും. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്ന് തന്നെയാണ് പോലീസ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഒപ്പം ഇയാൾക്ക് മറ്റേതെങ്കിലും കേസുകളുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാവും. ഇന്നലെ 12 മണിയോടുകൂടിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. അപ്പോൾ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു. പക്ഷേ വിശദമായ ചോദ്യം ചെയ്യൽ നാളെയും ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നാളത്തേക്ക് കൂടി ഈ സംഭവങ്ങളുടെ തെളിവുകളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മറ്റന്നാളോടുകൂടി തന്നെ ഇയാളെ ചിലപ്പോൾ കോടതിയിൽ ഹാജരാക്കാനും സാധ്യതയുണ്ട്. ഏതായാലും 5 ദിവസത്തെ കസ്റ്റഡി ഉണ്ട്. അതിന് മുൻപ് മറ്റു കാര്യങ്ങൾ പൂർത്തിയായാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇയാളെ തിരിച്ച് കോടതിയിലേക്ക് തന്നെ ഹാജരാക്കും. എന്തായാലും ഇയാൾക്കെതിരെ മടിക്കേരിയിൽ 2 കേസുണ്ട്. ഒപ്പം ഒരു പോക്സോ കേസിൽ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലും ഇയാൾ പ്രതിയാണ്. ഇതിൽ 3 മാസം ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉള്ളത് കൊണ്ട് തന്നെ ഇനി അറിയപ്പെടാത്ത ഏതെങ്കിലും സംഭവങ്ങൾ ഇയാൾ നടത്തിയതുണ്ടോ അത്തരം കാര്യങ്ങൾ പോലീസ് എന്തായാലും ഗൗരവമായി തന്നെ ഇയാളിൽ നിന്നും ചോദ്യം ചെയ്യുന്നുണ്ട്. അത്തരം നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ കൂടുതൽ വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെ പൂർത്തിയാക്കി മാത്രമേ മറ്റ് കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കൂ. കാരണം ഈ കേസിൽ പ്രധാനമായും ഇത്തരത്തിൽ സാക്ഷികളും തെളിവുകളും പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രതി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത്. കാരണം അത്രയും ഹീനമായ ഒരു പ്രവൃത്തിയാണ് ഇയാൾ ചെയ്തത്. കാരണം ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഒരു കുട്ടി, അതും പുലർച്ചെ 2:30 വീട്ടിൽ നിന്നും എടുത്തു കൊണ്ടുപോയി ഇത്തരത്തിൽ 1.5 മണിക്കൂറോളം തടങ്കിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ കമ്മൽ ഉൾപ്പെടെ ആഭരണങ്ങൾ കവർച്ച ചെയ്യുന്ന അത്രത്തോളം ഹീനമായൊരു പ്രവൃത്തിയാണ് ഇയാൾ ചെയ്തത്. നമുക്കറിയാം ഈ കേസിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ ഈ ബന്ധുക്കൾ സ്വന്തം ഉമ്മ പോലും തള്ളിപ്പറയുന്ന സാഹചര്യം ഈ പ്രതിക്കെതിരെ ഉണ്ടായിരുന്നു. വീട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഇയാളെ കസ്റ്റഡിയെടുക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അത്തരത്തിൽ മുഴുവൻ ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധം ഉയർന്നു വന്ന ഒരു കേസാണ്. അതുകൊണ്ട് ഇതിൽ കൃത്യമായ ഇതിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന് തന്നെയാണ് പോലീസ് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ശാസ്ത്രീയമായ തെളിവുകൾ തേടുമെന്ന് പോലീസ് പറയുന്നത്. അത് ഏതെങ്കിലും കാരണവശാൽ ഒരു തെളിവുകൾ പോലും ബാക്കിയാവരുത്. അത്തരത്തിൽ കൃത്യമായ തെളിവുകൾ പോലീസ് ഇപ്പോൾ ശേഖരിക്കുന്നു. തന്നെ അന്വേഷണ സംഘം ഈ പ്രതി സലീമിനെതിരെ മറ്റു ചില പരാതികളും ഉയർന്നു വന്നിട്ടുണ്ട്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ മറ്റ് 2 മോഷണങ്ങൾ ഈ സമീപത്ത് തന്നെ നടത്തിയിട്ടുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് ആ കേസുകളും പരിശോധിക്കുന്നുണ്ട്.